നമ്മൾ ഈ പാലയാച്ചി എവിടെ നടത്തിയത്? ഇവിടെ ഇത് ചെയ്തു. അതെ, ഓക്കെ. അതിപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. ആണല്ലേ? അതിന് പിറകിൽ വലിയ രഹസ്യമുണ്ട് പറയുന്നത്. അതെ, രഹസ്യങ്ങൾ കേൾക്കണ്ടേ, പറയൂ. പറയട്ടെ, അത് ഇപ്പൊ എന്തായാലും പറയാം. പാലുകാഴ്ച എന്നുള്ളത് ഒഫീഷ്യലി നടന്നത് അന്ന് നടന്ന ഗ്രാൻഡ് ഫംഗ്ഷൻ സമയത്തല്ല. അതിന് മുന്നേ ഒരു ദിവസം ഞങ്ങൾ ഉസ്താദിനെയൊക്കെ വിളിച്ചു, ബാങ്ക് വിളിച്ചിട്ട് ഒരു ദിവസം പാല് കാച്ചിയായിരുന്നു. അത് ഞങ്ങൾ ഫാമിലി മാത്രം മതി എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഓക്കെ. അപ്പൊ താമസാക്കിട്ട് എത്ര ദിവസമായി? താമസിച്ചില്ല. പാലേശ്ശേരി ഞങ്ങൾ അപ്പോഴും പോയി തിരിച്ച് വീട്ടിലേക്ക്, പഴയ വീട്ടിൽ പോയി. അന്നൊരു രാത്രി തങ്ങി കേട്ടോ. അന്നൊരു രാത്രി ഞങ്ങള്, ഞാൻ പൊതുവെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കുന്നതാണ്, പക്ഷെ നമ്മൾ അന്ന് എല്ലാവരും കൂടി ആ റൂമിനകത്ത് കിടന്നു തറയിൽ കിടന്നുറങ്ങി. അറിയണമല്ല, തറയിൽ കിടന്നൊക്കെ അറിയണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു, എനിക്കും എന്റെ വീട്ടുകാർക്ക് അതിനേക്കാൾ നിർബന്ധമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഖുർആനും മുസല്ലയൊക്കെ കൊണ്ട് ബാങ്കുകളെയൊക്കെ നടത്തി ഉസ്താദിനെ വിളിച്ച് ചീരനൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ നടത്തി തന്നെയാണ് പാലുകാഴ്ച നടത്തിയത്. ആ ഡേറ്റ് ആർക്കും അറിയില്ല, ആരും കണ്ടിട്ടുമില്ല ഇതുവരെ. അതിനുശേഷമാണ് ഒരു ഒഫീഷ്യൽ ഗ്രാൻഡ് ഒരു ഫംഗ്ഷൻ ആയിട്ട് വെച്ചത് നമ്മള്. അടിപൊളി. യെസ്. അപ്പൊ എന്തായാലും കിച്ചൺ നമുക്ക് ഉമ്മയുടെ സ്പെഷ്യൽ വെള്ളമൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കുടിച്ചുകൊണ്ട് നമുക്ക് ഈ താഴെ മെയിൻലി നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു ഒറ്റ ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും. അപ്പൊ എല്ലാവരും ചോദിക്കും അത് അറ്റാച്ച്ഡ് ആയിക്കൂടായിരുന്നു, പക്ഷെ വരുന്ന ഗസ്റ്റുകൾക്കും കൂടി പോവാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ബാത്റൂം. ഉമ്മയുടെ പെർമിഷനോട് കൂടിയിട്ട് ഞങ്ങൾ ആ റൂം കണ്ടോട്ടെ. യെസ്. അപ്പൊ എന്തായാലും ഉമ്മി ഗ്രീൻ സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ താഴെ മെയിൻലി നമ്മൾ ഈ കയറി വന്ന സ്പേസ് കിച്ചണും സ്റ്റെയർ കേസ് കണ്ടു. അതിനോട് റൈറ്റാണ് ഒരൊറ്റ റൂമാണ് നമ്മൾ സ്പേസ് ഇവിടെ കൂടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ റൂം കാണാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. വാപ്പാടെ ഉമ്മാടെയും റൂമാണ്, ഞങ്ങളുടെയൊക്കെ റൂമാണ്. ഞാൻ പക്ഷെ എല്ലാം മാത്രമേ കിടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതില് വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ആ ഒരു ഷെയ്ഡ് പാനൽ ഫിനിഷിംഗിൽ തന്നെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു കളർ ഉണ്ട്, ഒരു എന്തോ ഒരു കളർ. എന്ത് കളർ? ഒരു ഗോൾഡൻ കളർ. ശരിക്കും ഒരു ഗോൾഡൻ, ശരിക്കും ഒരു വുഡ് ഫിനിഷിന് ശരിക്കും അതിലും കൂടി കിട്ടുന്നത് അല്ലേ?